CPM-നെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ അവർ നടത്തിയിരുന്ന വർക്ക്, അതായത് നാട്ടിൻപുറത്ത് ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ വീടുകളിൽ പോവുകയും ആളുകളെ കാണുകയും രാഷ്ട്രീയം സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത്, അവരുടെ ഒരു ശക്തിയായിട്ട് നമ്മൾ കണ്ടിരുന്നത്. ഈ ഭാഗം ദുർബലമാവുകയും ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ കുറെ കൂടെ സജീവമാവുകയും ചെയ്തപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇതിലേതാണ് നമ്മൾ കുറെ കൂടെ ഗൗരവത്തിലെടുക്കേണ്ടത്? എങ്ങനെയാണ് നമ്മളിനി അങ്ങോട്ട് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത്? പുതിയൊരു സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത്? ഈ ഒരു കൺഫ്യൂഷൻ്റെ ബാക്കി കൂടിയാണോ നമ്മളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും അത് ശരിക്കുമുണ്ട്. പ്രത്യേകിച്ചും ഈ കോവിഡിന് ശേഷം ഒരു പുതു സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് ആശയക്കുഴപ്പമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു 10 വർഷത്തിന് മുകളിലായിട്ട് ലോകത്തെവിടെയും ഈ സോഷ്യൽ മീഡിയ വഴിയാണ് കാര്യമായിട്ട് നടക്കുന്നത്. നമുക്കിപ്പോൾ 2016 ഈ ട്രംപ് ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഉള്ള ആ കാലത്ത് മുതൽ നമുക്കറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണിത് മാറിക്കൊണ്ടിരിക്കുന്നത്, ലോകം മുഴുവൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബ്രെക്സിറ്റ് മറ്റേ ചർച്ച, അങ്ങനെയുള്ള ഒരു ലോകത്തിന് ഒരു ദശാബ്ദത്തിന് മുകളിലായിട്ട് ഇൻ്റർനാഷണലി നടക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ കാര്യത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയും. പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു മാറ്റം എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് ഈ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചിട്ടൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ സൈബർ ഇടത്തിലൂടെയാണ് കാര്യമായിട്ട് നടക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ ഇലക്ഷന് ശേഷമുള്ള കണക്ക് വന്നല്ലോ, ബി ജെ പിയേക്കാളും കോൺഗ്രസിനേക്കാളും കൂടുതൽ പ്രാദേശിക പാർട്ടികളാണ് ഈ സോഷ്യൽ മീഡിയ ഇത്തവണ ഇലക്ഷനിൽ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചതെന്നുള്ളതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇനി കാര്യങ്ങൾ നടക്കേണ്ടത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഗ്രൗണ്ട് ലെവലിലുള്ളൊരു ബന്ധം എല്ലാ പാർട്ടികൾക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ CPM-ന് നഷ്ടപ്പെടുമ്പോഴാണ് അതിൽ പ്രശ്നം വന്നത്. ഇനി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കേരളം എല്ലാ കാലത്തും ഒരു വലതുപക്ഷ സമൂഹമാണ്. അതിൽ ഈ വലതുപക്ഷത്തിന് സഹിക്കാൻ വയ്യാതെ പുറത്താക്കണം എന്ന് കരുതുന്ന സമയത്ത് മാത്രമേ കേരളത്തിലെ ആളുകൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് അല്ലാതൊരു തുടർച്ചയുണ്ടായിരുന്ന ഒരേ ഒരു സമയം എന്ന് പറയുന്നത് ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിനൊരു കാരണം തന്നെ ഉണ്ടായിരുന്നു. അതിനെല്ലാവർക്കും അറിയാവുന്ന മാതിരി തന്നെ അതിനൊരു തുടർച്ചയുണ്ടായിരുന്നു. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു, അതിലുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു, അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഇടതുപക്ഷത്തിനെ നിലനിർത്തുന്നത് ഇടതുപക്ഷത്തിന് ഈ പറയുന്ന വേരുമായിട്ടുള്ളൊരു സജീവമായിട്ടുള്ളൊരു ബന്ധമാണെന്ന് വെച്ചാൽ ഈ ജനങ്ങളിലേക്ക് ഇങ്ങനെ പടർന്നു പിടിച്ച് നടക്കുന്നൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. സോഷ്യൽ മീഡിയ വെച്ചിട്ട് ഇത് പരിഹരിക്കാം എന്നുള്ളൊരു കാര്യം എന്തായാലും നടക്കുന്ന കാര്യമല്ല. കാരണം സോഷ്യൽ മീഡിയ നേരത്തെ പറഞ്ഞതുമാതിരി ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാവുന്നൊരു സ്ഥലമാണ്. അത് ഇടതുപക്ഷത്തിന് ചെയ്യാം, മറ്റേ ഈ പറഞ്ഞ കോൺഗ്രസിനോ UDF-നോ ചെയ്യാം, മറ്റ് BJP-ക്ക് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു പണം മുടക്കാനുള്ള ഒരു വലിയ ഏജൻസി ഉണ്ട്, അവർക്ക് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഏത് തരത്തിലുമുള്ള പ്രൊഫൈലുകൾ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ആക്രമിക്കാം, ട്രോൾ ചെയ്യാം, ഏത് തരത്തിൽ ഒരാളുകളെ വ്യക്തിപരമായിട്ട് ആളുകളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് കുറേ കാലമായിട്ട് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് നമുക്ക് കേരളത്തിൽ കണ്ടല്ലോ. ഇപ്പോൾ പറഞ്ഞതിൽ തോമസ് ഐസക്കിനെതിരെ ശൈല ടീച്ചർക്ക് ഇവർക്കൊക്കെ ഈ മറ്റ് പാർട്ടികൾക്ക് അതീതമായിട്ട് അവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു ജനകീയമായിട്ടുള്ളൊരു മുഖമുണ്ട്. അതിനെ നിരാകരിക്കുക, പരിപൂർണമായിട്ടും നിരാകരിച്ചുകൊണ്ട് അവരെ പറഞ്ഞ രീതിയിൽ അവരൊരു അഴിമതിക്കാരിയാണെന്ന് പറയുക, അല്ലെങ്കിൽ അവരെ പറഞ്ഞ സമൂഹത്തിൽ ഒരു അപ്രസക്തരായിട്ടുള്ള ഒരു ആൾക്കാരാണ് എന്നുള്ള മട്ടിലുള്ള ഒരു ആക്രമണം നടത്തി. ഇതൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കുന്ന കാര്യമാണ്. അത് വളരെ കാര്യമായിട്ട് ഈ സ്ട്രാറ്റജിക്കലി ചെയ്യുന്ന ഏജൻസികളുണ്ട്, കാര്യങ്ങളുണ്ട്. അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നുകിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടൊരു മാർഗം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അടിത്തട്ടിൽ ഇറങ്ങുന്ന തരത്തിലുള്ള ഒരു ബന്ധം വേണം. ഇത് രണ്ടിൽ എവിടെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, എന്താണ് കുറവുണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ ഇതിൽ കാര്യമില്ല, ഈ ചർച്ച അങ്ങനെ മുന്നോട്ട് പോയിട്ട്